നിങ്ങളുടെ ഈ മൊബൈൽ റേഞ്ചിലാണെങ്കിൽ 1554 എന്നുള്ള നമ്പറുണ്ട്, 1554. ഇത് കോസ്റ്റ് ഗാർഡിന്റെ ടോൾ ഫ്രീ നമ്പറാണ്. നിങ്ങൾ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിയറസ്റ്റ് കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ വിഴിഞ്ഞത്തായിരിക്കും പോകുന്ന, അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും പോകുന്ന, അല്ലെങ്കിൽ ബേപ്പൂർ ഈ സ്റ്റേഷൻ ഇതുകൊണ്ട് അവിടെ നമ്മുടെ കോള് ഡയറക്റ്റ് കണക്ട് ആവും. അവിടെ 24 മണിക്കൂറും ആ ഫോൺ എടുക്കാൻ ഒരാൾ എടുത്തിട്ട് പറയുക, ഇന്ന പോലെയാണ് ഞങ്ങൾ ഇന്ന പൊസിഷനിലാണ്, നമ്മുടെ GPS നോക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഏകദേശം വെച്ച് പറയുക, ഇന്ന പൊസിഷനിലാണ് ഞങ്ങൾക്ക് ഇതുപോലെ അപകടം പറ്റിയിട്ടുണ്ട്, എന്താണ് ഞങ്ങൾക്ക് അസിസ്റ്റന്റ് വേണം, ഞങ്ങളുടെ ബോട്ട് ഫിഷറി ഫെയിലിയറായി, എഞ്ചിൻ ഓടുന്നില്ല, ഞങ്ങൾ റിസ്ക്കായി പോയിക്കൊണ്ടിരിക്കുക, എവിടെ നിന്നോട്ട് അറിയുന്നില്ല, അങ്ങനെയുള്ള എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും. അപ്പം ഈ 1554 വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പറാണ്. അതിലേക്ക് നേരെ ഡയറക്റ്റ് കോസ്റ്റ് ഗാർഡിന് വിടും. കോസ്റ്റ് ഗാർഡ് അപ്പം തന്നെ അതിന്റെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. നിയറസ്റ്റ് ആണ് നേരെ ഇൻഫർമേഷൻ കോസ്റ്റൽ പോലീസിന് പാസ് ചെയ്യും. അവര് അതിനുള്ള നടപടി എടുക്കും. ഇല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ തന്നെ കപ്പലുകൾ 24/7 നമ്മുടെ ഫുൾ കേരള കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണത്തിലാണ്. നമുക്ക് അവിടുന്ന് അപ്പം തന്നെ നമ്മുടെ കപ്പലുകൾ ഡൈവേർട്ട് ആവും. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നടപടി എടുക്കുന്നത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആദ്യം അതിൽ പോകുന്ന ആൾക്കാരുടെ അടിക്ക് മാക്സിമം പറയുക, ഒരു കവറിനകത്ത് പോലും നമ്മുടെ ഈ എന്താ പറയുന്ന ആധാർ കാർഡിന്റെ ഒരു കോപ്പിയോ വോട്ടർ ഐ ഡി എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ടോൾ നോട്ടിക്കൽ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നമ്മുടെ ഈ കരയിലുള്ള ട്രാഫിക് ചെക്കിംഗ് ഇല്ലേ, അതേപോലെ ഞങ്ങളുടെ ബോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ബോർഡിംഗ് ഓപ്പറേഷനിൽ ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഫുള്ള് നിങ്ങളുടെ പേപ്പറും കാര്യങ്ങളും ഈ വരുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ബോട്ട് ഈ വലിയ ബോട്ടുകൾക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല, ഈ മാക്സിമം ഇപ്പൊ ഒരുപാട് മൈഗ്രന്റ് ലേബേഴ്സ് വരുന്നു. അതായത് ബംഗ്ലാദേശിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഈ നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഈ വലിയ ബോട്ടുകളിലാണ് അവര് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്കറിയത്തില്ലല്ലോ ഇവര് ഇന്ത്യക്കാരാണോ. അപ്പം ഇതൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് കറക്റ്റ് ഐഡന്റിറ്റി പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മൾ അവരെ പിടിക്കും അല്ല. അപ്പം നമ്മൾ പിന്നെ നമുക്കറിയാം, നമ്മുടെ ഫിഷർമാനെ കാണുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. പക്ഷെ എന്നാലും ശരി, ഒരു ഐഡന്റിറ്റി പ്രൂഫ് എപ്പോഴും കരുതുക. ബോട്ടുകാരാണെങ്കിൽ ബോട്ടിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ഇത് സാറ് പറഞ്ഞ കണക്ക് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇപ്പം വളരെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യവും. ഇതുവരെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പിടിക്കുക, വാണിങ്ങിൽ കൊണ്ടുപോയി അങ്ങനെയുള്ള പരിപാടി. ഇപ്പം സുരക്ഷ വളരെ ഒരു കൺസേൺ ആയിട്ടുള്ള മാറ്ററാണ്. കടൽ വഴിയായിട്ടുള്ള പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പം അതൊക്കെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഐഡന്റിറ്റി പ്രൂഫ് നമ്മുടെ കയ്യിൽ വേണം എപ്പോഴായാലും. അത് പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി, ചെറിയ ബോട്ട് വെച്ച് വലിയ ബോട്ടാണെങ്കിൽ എല്ലാവരുടെയും ഈ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന സ്രാങ്കിന്റെ കൈ കാണണം. എല്ലാവരുടെയും ലിസ്റ്റും ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, എല്ലാവരുടെയും ഐഡന്റിറ്റി പ്രൂഫും എല്ലാം കാണും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. നമ്പർ കൊടുത്ത് നോക്കുക, 1554 1554 വിളിച്ച് കഴിഞ്ഞാൽ ടോൾ ഫ്രീ നേരെ കോസ്റ്റ് ഗാർഡ് വരും. ഈ എന്താ അസിസ്റ്റൻസ് വേണമെങ്കിലും കടലിൽ വേണമെങ്കിൽ കോസ്റ്റ് ഗാർഡിനടിക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്.